അങ്ങനെ കാത്തിരുന്ന കല്യാണമായിട്ടോ. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ടോ. ഞാൻ വീഡിയോ ഇടുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അന്ന് കല്യാണത്തിൻ്റെ തലേന്ന് ഞാൻ എത്തിയപ്പോഴത്തേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം ഒത്തിരി ഒന്നും കാണാൻ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ പിറ്റേന്ന് അത് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പം ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. പിന്നെ ഒരു കോഫിയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ടാണ് മേക്കപ്പിന് വന്നത്. അപ്പോൾ അവളുണ്ടായിരുന്നു. പിന്നെ 2 മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. മാമിന് വേറെ ആളായിരുന്നു കേട്ടോ. അപ്പോൾ മാം അതൊക്കെ കഴിഞ്ഞ് ഇതിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങുന്ന സീനാണ് കേട്ടോ. സ്വാഭാവികമായിട്ടും കരച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അവിടുന്ന് നേരെ അമ്പലത്തിലേക്കാണ് കേട്ടോ. എനിക്ക് കൂടുതൽ വീഡിയോസും ഇതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓരോരോ തിരക്കിൽ അങ്ങോട്ടും ഓടി ഇങ്ങോട്ടും ഓടിയായിട്ട് പല വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ താലി കെട്ടുന്ന മുഹൂർത്തമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് വേറൊരു ഹോളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ചുകൂടി പോകണമായിരുന്നു. അവിടുന്ന് പിന്നെ ചെന്ന് ഹോളിലേക്ക് എത്തി. അപ്പോഴത്തേക്കും പിന്നെ സാരി മാറാനുള്ള ടൈമായി. സാരിയെല്ലാം മാറി നല്ല അടിപൊളിയായിട്ട് വന്ന്. അപ്പോൾ ഈ പോകുന്നത് ചേട്ടനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. പിന്നെ മാം എത്തി. പിന്നെ ബാക്കി കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ എനിക്ക് കുറേ വീഡിയോസ് മിസ്സായിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത സാരിയും മാറി മാം പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സങ്കടത്തിലായിരുന്നു. മാമും എല്ലാവരും സങ്കടത്തിലായിരുന്നു. പിന്നെ വീണ്ടും അനുഗ്രഹമൊക്കെ വാങ്ങി വീട്ടിലേക്ക്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പരിപാടിയും കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.